ശ്രീകണ്ഠപുരം നഗരസഭയിൽ ആരംഭിച്ച ഫയർ സ്റ്റേഷൻ ഈ വർഷം അവസാനത്തോടുകൂടി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീകണ്ഠപുരം നഗരസഭയും പരിസരവാസികളും. നമ്മുടെ പുതിയ ഗവൺമെൻറ് അനുവദിച്ച ഫയർ സ്റ്റേഷൻ ശ്രീകണ്ഠപുരം നഗരസഭയിൽ താൽക്കാലികമായി തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സംസ്ഥാന ഗവൺമെൻറ്റും നമ്മുടെ പ്രിയങ്കരനായ MLAയും അടക്കമുള്ള സംഘം. കോട്ടൂരുള്ള പഞ്ചാമൂലയിലാണ് അതിനാവശ്യമായ ഒരു ബിൽഡിംഗ് കണ്ടെത്തുകയും റീജിയണൽ ഫയർ ഓഫീസർ അടക്കമുള്ള സംഘം സ്ഥലം പരിശോധിക്കുകയും ആ സ്ഥലത്ത് താൽക്കാലികമായി തുടങ്ങാമെന്ന അടിസ്ഥാനത്തിലാണ് വിമാളിൻ്റെ ഉടമസ്ഥതയിലുള്ള ബിൽഡിങ്ങിൽ ഞങ്ങൾ ഈ ഫയർ സ്റ്റേഷൻ തുടങ്ങാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഫയർ സ്റ്റേഷൻ ആവശ്യമായ സ്ഥലം ശ്രീകണ്ഠപുരം നഗരസഭയുടെ അധീനതയിലുള്ള കൊട്ടൂർ വയലുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയും അത് അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ എക്സൈസ് ഓഫീസിനും ശ്രീകണ്ഠപുരം നഗരസഭയിലെ കൊട്ടൂർ വയലുള്ള സ്ഥലം അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ശ്രീകണ്ഠപുരം നഗരസഭയിലുള്ള പല ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും സ്വന്തമായ ബിൽഡിങ്ങോ ആവശ്യമായ കെട്ടിടമോ ഇല്ലാതെ ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ മിനി സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നഗരസഭയുടെ പ്രധാന ഉദ്ദേശം. നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ സജി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീകണ്ഠപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം തളിപ്പറമ്പിൽ നിന്ന് വേണം ഒരു അപകടം ഇവിടെ സംഭവിച്ചാൽ വാഹനം ഓടിയെത്താൻ. സ്വന്തം ബിൽഡിങ്ങിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 വർഷത്തോളം എടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അനുവദിച്ച ഫയർ സ്റ്റേഷൻ ശ്രീകണ്ഠപുരം നഗരസഭയിൽ തുടങ്ങുക എന്നുള്ളതാണ് നഗരസഭയുടെയും ഇരിക്കൂർ നിയോജക മണ്ഡലം MLA എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെയും ശ്രമം എന്നതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.